നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഈ ഇടയ്ക്ക് ഒരു വിദേശയാത്ര നടത്തിയായിരുന്നു. എവിടെയാണ്? നോർവേയിലേക്ക്. നമ്മുടെ ജിക്ക് വിദേശയാത്രകൾ എന്നും ഒരു ഹരമാണ്. പക്ഷേ ഇത്തവണ നോർവേയിൽ ചെന്നിറങ്ങിയപ്പോൾ കഥയാകെ മാറി. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി, നമ്മുടെ സ്വന്തം പിണറായി വിജയൻ മാധ്യമങ്ങളെ കാണുമ്പോഴും കടുത്ത ചോദ്യങ്ങൾ കേൾക്കുമ്പോഴും മൈക്കും ഊരിപ്പിടിച്ച് മാറി നിൽക്കങ്ങോട്ട് എന്ന് പറയുന്ന നമ്മുടെ ക്യാപ്റ്റൻ, ശരിക്കും പറഞ്ഞാൽ മാധ്യമങ്ങളെ കാണുമ്പോൾ നമ്മുടെ പിണറായിക്കുള്ള അതേ പ്രത്യേകതരം പേടി തന്നെയാണ് നമ്മുടെ വിശ്വഗുരു നരേന്ദ്രമോദിക്കും ഉള്ളതെന്ന് ഈ നോർവേ യാത്രയോടെ ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുകയാണ്. BJP അണികളായ നമ്മുടെ മിത്രങ്ങൾ വിചാരിച്ചു കാണും മോദിജി അവിടെ ചെന്ന് വിശ്വഗുരു ചമഞ്ഞ് കയ്യും വീശി കാണിച്ച് കുറച്ച് തള്ളും തള്ളി ഇങ്ങ് പോരാമെന്ന്. എന്നാൽ അവിടെ അവർക്കായി ഒരു സർപ്രൈസ് കാത്തിരിപ്പുണ്ടായിരുന്നു. അവിടെ കാത്തിരുന്നത് ഒരു 28 വയസ്സുകാരിയായ പെൺകുട്ടിയായിരുന്നു. ഹെല്ലെ ലെങ്. വെറും 14,000 വരിക്കാർ മാത്രമുള്ള ഓസ്ലോ ആസ്ഥാനമായുള്ള ദാഗ് ആവിസൻ എന്ന പത്രത്തിലെ ഒരു സാധാരണ റിപ്പോർട്ടർ. അവരിട്ട ഒറ്റ ചോദ്യത്തിൽ വിശ്വഗുരുവിൻ്റെയും കൂടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെയും മുട്ട് വിറച്ചുപോയി എന്ന് പറയുന്നതാവും ശരി. സംഭവം നടന്നത് മെയ് 18-നാണ്. നോർവേ പ്രധാനമന്ത്രി ജോനസ് ഹഗർ സ്റ്റോറും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചേർന്ന് ഓസ്ലോയിൽ മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ ഒരു സംയുക്ത പ്രസ്താവന നടത്തുകയായിരുന്നു. പ്രസ്താവനയൊക്കെ കഴിഞ്ഞു. പതിവ് പോലെ ചോദ്യങ്ങൾക്കൊന്നും നിൽക്കാതെ വേദിയിൽ നിന്ന് പെട്ടെന്ന് ഒഴിഞ്ഞുമാറി ഇറങ്ങിപ്പോകാൻ തുടങ്ങിയ മോദിജിയെ നോക്കി ഹെല്ലെ ലെങ് ഉറക്കെ വിളിച്ചു ചോദിച്ചു, പ്രൈം മിനിസ്റ്റർ മോദി, വൈ ഡോണ്ട് യു ടേക്ക് സം ക്വസ്റ്റ്യൻ ഫ്രം ദി ഫ്രീയസ്റ്റ് പ്രസ് ഇൻ ദി വേൾഡ്? അതായത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ മാധ്യമ സ്വാതന്ത്ര്യമുള്ള രാജ്യത്തെ മാധ്യമങ്ങളിൽ നിന്ന് എന്തുകൊണ്ട് നിങ്ങൾ ചോദ്യങ്ങൾ നേരിടുന്നില്ല എന്ന്. ഈ കുട്ടിക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്ത്യയിലെ അവസ്ഥയൊന്നും അറിയാതെ ആയിരിക്കും പുള്ളി ചോദിച്ചത്. എന്തായാലും അന്തരീക്ഷത്തിൽ ആ ചോദ്യം മുഴങ്ങിക്കേട്ടെങ്കിലും ചോദ്യം കേട്ടതും കേൾക്കാത്ത മട്ടിൽ മോദിജി ഒറ്റപ്പോക്ക്. കൂട്ടത്തിലുണ്ടായിരുന്ന ആരോ ഒരാൾ ഈ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തി സോഷ്യൽ മീഡിയയിൽ ഇട്ടതോടെ മിനിറ്റുകൾക്കകം സംഗതി വരുന്നു. വലിയ നാണക്കേടായി. കാരണം മറ്റൊന്നുമല്ല, ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ നോർവേ 1-ാം സ്ഥാനത്താണ്. നമ്മുടെ ഇന്ത്യ 157-ാം സ്ഥാനത്തും. പത്രസ്വാതന്ത്ര്യത്തിൽ 1-ാമത് നിൽക്കുന്ന നാട്ടിൽ ചെന്ന് ചോദ്യങ്ങൾ ഫേസ് ചെയ്യാൻ ധൈര്യമില്ലാത്ത ഒഴിഞ്ഞു മാറുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ദൃശ്യങ്ങൾ വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്നും രാജ്യാന്തര തലത്തിൽ നാണക്കേടാവുമെന്നും കണ്ട വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഉദ്യോഗസ്ഥർ പെട്ടെന്ന് ഡാമേജ് കൺട്രോളുമായി രംഗത്തിറങ്ങി. വൈകുന്നേരം വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വക ഒരു പ്രത്യേക പ്രസ് ബ്രീഫിംഗ് ഉണ്ടെന്ന് ഹെല്ലെ ലെങ്ങിനെ ടാഗ് ചെയ്തുകൊണ്ട് അവർ എക്സിൽ ഒരു പോസ്റ്റ് ഇട്ടു. അവർ വിചാരിച്ചു കാണും വൈകുന്നേരം വിളിച്ച് 4 നല്ല വർത്തമാനവും പറഞ്ഞ് ചായയും കൊടുത്ത് വിടാമെന്ന്. എന്നാൽ ഹെല്ലെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. അവർ വൈകുന്നേരത്തെ പത്രസമ്മേളനത്തിലും കൃത്യമായി എത്തി. വേദിയിൽ വിദേശകാര്യ മന്ത്രാലയത്തിലെ 4 ഉദ്യോഗസ്ഥരുമുണ്ട്. അതിന് നേതൃത്വം നൽകുന്നത് വിദേശകാര്യ മന്ത്രാലയം സെക്രട്ടറി സിബി ജോർജാണ്, നമ്മുടെ സ്വന്തം പാലാക്കാരൻ. ഹെല്ലെ അവിടെ വെച്ചും ഇടിവെട്ട് പോലെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചു. ചോദ്യങ്ങൾ ഇങ്ങനെയായിരുന്നു: Why should we trust you? Can you promise you will stop the human rights violation that goes on in your country? And will the Prime Minister start taking critical questions from the Indian press? അതായത് ഞങ്ങൾ എന്തിനാണ് നിങ്ങളെ വിശ്വസിക്കേണ്ടത്? നിങ്ങളുടെ രാജ്യത്ത് നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ അവസാനിപ്പിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകാൻ കഴിയുമോ? ഇന്ത്യൻ മാധ്യമങ്ങളിൽ നിന്നുള്ള കടുത്ത ചോദ്യങ്ങൾ നേരിടാൻ പ്രധാനമന്ത്രി തയ്യാറാകുമോ? എന്നൊക്കെയായിരുന്നു ചോദ്യങ്ങൾ. ഈ ചോദ്യം കേട്ടതും നമ്മുടെ പാലാക്കാരൻ സെക്രട്ടറി നേരെ UPSC സിവിൽ സർവീസ് കോച്ചിങ് ക്ലാസ്സിലെ നോട്ടെടുത്ത് അങ്ങ് വായിക്കാൻ തുടങ്ങി. ചോദിച്ചത് മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ചും മോദിയുടെ മാധ്യമ പേടിയെക്കുറിച്ചും ഒക്കെയാണ്. സെക്രട്ടറി നൽകിയ മറുപടിയാണ് ഏറ്റവും രസകരം. ലെറ്റ് മീ ഗീവ് എ ബാക്ക്ഗ്രൗണ്ട് ടു വാട്ട് ഇന്ത്യ ഈസ്. What is a country? A country today has 4 elements. 1 population, 2 government, 3rd sovereignty and 4th territory. നമ്മുടെ കൊച്ചു പിള്ളേരൊക്കെ പ്ലഡ്ജ് പറയുന്ന കണക്ക്. വാട്ട് ഈസ് എ കൺട്രി എന്നൊക്കെ ചോദിച്ചാൽ ഒരു രാജ്യത്തിന് 4 ഘടകങ്ങളുണ്ട്: ജനസംഖ്യ, സർക്കാർ, പരമാധികാരം, ഭൂപ്രദേശം എന്നൊക്കെ പറഞ്ഞ് പുള്ളി അങ്ങ് തുടങ്ങി. ഹെല്ലെ ഇടയ്ക്ക് ഇടപെട്ട് എനിക്ക് ഡയറക്റ്റ് ആൻസർ വേണം എന്ന് പറയുന്നുണ്ടെങ്കിലും സെക്രട്ടറി നിർത്താൻ ഭാവമില്ലായിരുന്നു. യോഗയെക്കുറിച്ച്, ചെസ്സിനെ കുറിച്ച്, ഇന്ത്യ 0 കണ്ടുപിടിച്ചതിനെക്കുറിച്ച്, സ്വാതന്ത്ര്യം കിട്ടിയ ഉടൻ സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകിയതിനെക്കുറിച്ച്, അങ്ങനെ സിവിൽ സർവീസ് പരീക്ഷാ കാലത്ത് പഠിച്ച ജനറൽ നോളജ് മുഴുവൻ
പുള്ളി അവിടെ നിർത്താതെ വിളമ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. ചുരുക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന് മാത്രം ഉത്തരമില്ല. ഈ GK ക്ലാസ്സും രാവിലെ നടന്ന സംഭവങ്ങളും ലോകമാകെ അറിഞ്ഞതോടെ നമ്മുടെ 56 ഇഞ്ച് അനുകൂലികളായ മിത്രങ്ങൾ, അതായത് BJP സൈബർ വിങ്, അവരുടെ സ്ഥിരം പണി തുടങ്ങി. അവർ ഹെല്ലയുടെ അടിയാധാരം തപ്പാൻ ഇറങ്ങി പുറപ്പെടുകയായിരുന്നു. പഠിക്കുന്ന കാലത്ത് ഏതെങ്കിലും മുസ്ലിം ചെറുക്കനുമായി പ്രണയമുണ്ടായിരുന്നോ എന്ന് നോക്കി. അത് ഇല്ല. ഒടുവിൽ അവർ കണ്ടെത്തി ഹെല്ലെ പണ്ട് ചൈനയെക്കുറിച്ച് ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. അത്രേ വേണ്ടൂ നമ്മുടെ സംഘമിത്രങ്ങൾക്ക്. ഉടനെ ചാർത്തിക്കൊടുത്തു അടുത്ത ചാപ്പ. ചൈനീസ് ചാരത്തി, വിദേശ ഏജന്റ്. ഹെല്ലയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ കടുത്ത സൈബർ ആക്രമണമാണ് മോദി ഭക്തർ നടത്തിയത്. എന്നാൽ മിത്രങ്ങൾ ആക്രമണങ്ങൾ കടുപ്പിച്ചപ്പോൾ തിരിച്ചടിയും കിട്ടി. മെയ് 17-ന് എക്സിൽ വെറും 13,000 ഫോളോവേഴ്സ് മാത്രം ഉണ്ടായിരുന്ന ഹെല്ലയ്ക്ക് ഇപ്പോൾ 53,000-ത്തിലധികം ഫോളോവേഴ്സ് ആയി കഴിഞ്ഞു. ഈ ഒരു സംഭവം വലിയൊരു രാഷ്ട്രീയ ചർച്ചയ്ക്കാണ് വഴി തുറന്നിരിക്കുന്നത്. മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു രാജ്യത്തെ മാധ്യമപ്രവർത്തക 157-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയോട് ചോദ്യങ്ങൾ ചോദിക്കാൻ ശ്രമിച്ചപ്പോൾ ലോകം കണ്ടത് 2 തരത്തിലുള്ള മാധ്യമ സംസ്കാരമാണ്. ഒന്ന്, ജനാധിപത്യപരമായി ചോദ്യങ്ങൾ ചോദിക്കാൻ മടിക്കാത്ത സ്വതന്ത്ര മാധ്യമ സംസ്കാരം. 2, ചോദ്യങ്ങളെ ഭയന്ന് ഒളിച്ചോടുകയും ചോദ്യം ചോദിക്കുന്നവരുടെ അക്കൗണ്ടുകൾ പൂട്ടുകയും ചെയ്യുന്ന ഭയത്തിന്റെ സംസ്കാരം. നമ്മുടെ പ്രധാനമന്ത്രിക്ക് മാധ്യമങ്ങളെ കാണാൻ പേടിയാണെന്ന യാഥാർത്ഥ്യം ഇന്ത്യക്ക് പുറത്തുള്ളവരും ഇപ്പോൾ കൃത്യമായി അറിഞ്ഞു കഴിഞ്ഞു. ഇവിടെ നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. നോർവേയിലെ ഒരു മാധ്യമപ്രവർത്തക ചോദ്യം ചോദിച്ചപ്പോൾ അവർക്കെതിരെ സൈബർ ആക്രമണം നടത്താനും അവരുടെ അക്കൗണ്ടുകൾ പൂട്ടിക്കാനും മാത്രമേ ഇവിടുത്തെ ഭരണകൂട അനുകൂലികൾക്ക് കഴിഞ്ഞുള്ളൂ. കാരണം അത് നോർവേയാണ്, അവിടെ മാധ്യമ സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ഇതേ ചോദ്യം ഇന്ത്യയിലെ ഒരു മാധ്യമപ്രവർത്തകനാണ് ചോദിച്ചതെങ്കിലോ കഥ മാറും. നമ്മുടെ രാജ്യത്ത് പഴയ IPCക്ക് പകരം ഭാരതീയ ന്യായ സംഹിത അഥവാ BNS എന്ന പുതിയ നിയമം കൊണ്ടുവന്നപ്പോൾ BJP സർക്കാർ വലിയ അവകാശവാദങ്ങൾ നടത്തിയിരുന്നു. രാജ്യദ്രോഹ കുറ്റം ഞങ്ങൾ എടുത്തു കളഞ്ഞു എന്ന്. എന്നാൽ യാഥാർത്ഥ്യം എന്താണ്? രാജ്യദ്രോഹം എന്ന വാക്ക് മാറ്റി പകരം അതിലും കടുത്ത, അതിലും അപകടകരമായ വകുപ്പുകളാണ് BNSൽ ചേർത്ത് വെച്ചിരിക്കുന്നത്. രാജ്യത്തിന്റെ പരമാധികാരത്തിനും ഐക്യത്തിനും ഭീഷണിയാകുന്നു എന്ന് പറഞ്ഞ് ഭരണകൂടത്തെ വിമർശിക്കുന്ന ആരെയും, ചോദ്യം ചോദിക്കുന്ന ഏത് മാധ്യമപ്രവർത്തകനെയും വർഷങ്ങളോളം ജയിലിൽ അടയ്ക്കാൻ പറ്റുന്ന കരിനിയമങ്ങളാണ് പുതിയ പേരിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ശരിക്കും നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് നേരെ തൂങ്ങി നിൽക്കുന്ന വലിയൊരു ഭീഷണിയാണിത്. ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ വിദേശ ഏജന്റാക്കുക, ചൈനീസ് ചാരനാക്കുക, അല്ലെങ്കിൽ പുതിയ BNS വകുപ്പുകളിട്ട് അകത്താക്കുക. ഇതാണ് ഇന്നത്തെ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അവസ്ഥ. വിദേശത്ത് പോയി വിശ്വഗുരു ചമയാം, പക്ഷേ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഈ 56 ഇഞ്ച് നെഞ്ച് വിറയ്ക്കുമെന്ന യാഥാർത്ഥ്യം നോർവേയിലെ ആ 28 വയസ്സുകാരി ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടിക്കഴിഞ്ഞു. കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ രാജ്യത്തിന് മാത്രം അറിയാവുന്ന ആ ഒരു കാര്യം, അതായത് നമ്മുടെ പ്രധാനമന്ത്രിക്ക് മാധ്യമങ്ങളെ കാണാൻ പേടിയാണെന്ന യാഥാർത്ഥ്യം ഇന്ത്യക്ക് പുറത്തുള്ളവരും ഇപ്പോൾ അറിഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വിഷയത്തെപ്പറ്റി എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായി രേഖപ്പെടുത്തുക. നന്ദി.